ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ പേജ് നമ്പർ 71 എടുത്തുള്ളവരും. ഓക്കെ, എത്രയാണ് പേജ് നമ്പർ 71? സോറി 70 ആണ്. പേജ് നമ്പർ 70 ആണ്. എനിക്ക് പാരഗ്രാഫ് മാറിപ്പോയി. ഓക്കെ, പേജ് നമ്പർ 70-ലെ ലാസ്റ്റത്തെ പാരഗ്രാഫാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ആരെ പറ്റിയാണ്? 5ാം ക്ലാസ്സിൻ്റെ റെബേക്ക ചേഞ്ച് മേക്കറാണ് നമ്മൾ പഠിക്കുന്നത്. അത് പാഠത്തിൻ്റെ പേരൊന്നും അറിയാതെ ആരും എടുത്തു വെക്കരുത്. ഓക്കെ, എന്താ നോക്കാം, നോക്കിക്കോളാം. ഇവിടെ എത്തി. The next day, Rebecca requested her teacher to give a lesson about the changing weather. അതായത് പിറ്റേ ദിവസം റെബേക്ക അവളുടെ ടീച്ചറിനോട് അപേക്ഷിച്ചു, ടീച്ചർ ഒരു ക്ലാസ് എടുക്കണം, ഈ ചേഞ്ചിങ് വെതർ, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് ഒരു ചെറിയ ക്ലാസ് എടുക്കണമെന്ന്. ആര് പറഞ്ഞു? റെബേക്ക. ആരോടാണ് പറഞ്ഞത്? ടീച്ചറിനോടാണ് പറഞ്ഞത്. ഇതൊക്കെ നോക്കി വെച്ചേക്കണേ. ആൻഡ് ദ ഡാമേജ് ഹ്യൂമൻസ് വെയർ ഡൂയിങ് ടു നേച്ചർ. അതുപോലെ തന്നെ എന്തെല്ലാം ക്രൂരതകളാണ് നമ്മൾ നേച്ചറിനോട്, പ്രകൃതിയോട് ചെയ്യുന്നതും എന്നും കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. The teacher gladly gave them a detailed session as requested. അതായത് അവള് ഈ ഒരു ആരായിരുന്നു? റെബേക്ക റിക്വസ്റ്റ് ചെയ്ത്, റെബേക്ക അപേക്ഷിച്ചതുപോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്തു? ഒരു നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തു എന്ന് പറയാണ്. ഇങ്ങനെയാണ് ഗ്ലാഡിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ, ഭയങ്കര ഹാപ്പി ആയിട്ട്. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് റെബേക്ക സ്റ്റുഡ് അപ്പ്. സ്റ്റുഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ആണ് കേട്ടോ. സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ആണ് സ്റ്റുഡ് എന്ന് പറയുന്നത്. സോ ക്ലാസ് കഴിഞ്ഞപ്പോൾ റെബേക്ക എന്ത് ചെയ്തു? എണീച്ചതിന് ശേഷം she asked everyone in her class to go home and teach their parents about what they had learned. എന്നിട്ട് ടീച്ചർ ആ കുട്ടികളോട് പറഞ്ഞു, ഒരു ടീച്ചർ പറയുന്ന പോലെ തന്നെ പറഞ്ഞു, ഇപ്പം നിങ്ങൾ എന്താണോ ഇവിടെ പഠിച്ചത് അത് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന? പാരൻസിന്, നമ്മുടെ പാരൻസിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്ത് കാണും? പാരൻസിനോട് പോയിട്ട് പറഞ്ഞു കാണും, അമ്മ ഇത് കുടുംബശ്രീയിലൊക്കെ പോകുമ്പോൾ പറയണം, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞണം, അച്ഛൻ ഇത് ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടെ പറയണം, സിബ്ലിങ്സിൻ്റെ ചേച്ചി സ്കൂളിൽ പോകുമ്പോഴും ചേട്ടൻ കോളേജിൽ പോകുമ്പോഴും പറയണം, ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ നാട് മൊത്തം ഈ കാര്യം അറിയൂല്ലേ? അതുപോലെ നോക്കാം, നെക്സ്റ്റ് നോക്കാം. വാട്ട് they had learned. In just a few days, everyone was talking about how humans were bringing harm to nature. എന്താണ്? കുറച്ച് ദിവസം, വളരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യര് എല്ലാവരും എന്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങി? മനുഷ്യര് എത്രത്തോളം എത്രത്തോളം നേച്ചറിനെ വേദനിപ്പിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് എടുത്തോളാം. പേജ് നമ്പർ 71. One day the elders in her village held a meeting to talk with Rebecca about what could be done to help nature. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന ആളുകൾ, ആ നാട്ടിലുള്ള മുതിർന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു തീരുമാനം എടുത്തു, നമുക്കൊരു മീറ്റിംഗ് വെക്കാം, റെബേക്കയോട് ചോദിക്കാനിട്ട് എന്താണ് നമ്മൾ ഈ ഒരു പ്രശ്നം നേരിടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന്. എന്നിട്ട് എന്താണ്? The problem they faced was so big. നിങ്ങൾക്കറിയാം, വെള്ളമില്ല എന്ന് പറയുന്നത് ഒരു ചില്ലറ പ്രശ്നമൊന്നും അല്ല, വലിയൊരു പ്രശ്നമാണ്. അപ്പം എന്താണ് ആ ഒരു ഗ്രാമം അനുഭവിച്ചിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെ ആയിരുന്നു. Let's write a letter to the president of Kenya. One of the elders said. ആ കൂട്ടത്തിൽ ഒരാൾ എണീച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ലെറ്റർ എഴുതാം, പ്രസിഡന്റിന് നമുക്കൊരു ലെറ്റർ എഴുതാം. He needs to know that we cannot live without rain. Then maybe he will implement laws to stop harming nature.
അതായത് എന്നിട്ട് പറഞ്ഞു അപ്പൊ നമുക്ക് ആ ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന് മനസ്സിലാവും എന്താണ് നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും അതുപോലെ തന്നെ അപ്പോൾ എന്ത് ചെയ്യും അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇറക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. Rebecca took the letter and shared it with her classmates. എന്താണ് ആ ഒരു ലെറ്റർ റെബേക്ക എടുക്കുകയും അതുപോലെ തന്നെ അവളുടെ ക്ലാസ്മേറ്റ്സിനെല്ലാം അത് കൊടുക്കുകയും ചെയ്തു. ആൻഡ് they asked their family members to sign their names at the bottom to show their support. അതായത് എന്ത് ചെയ്തു, എന്നിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ടും കൂടി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റെബേക്കയും അവരുടെ കൂട്ടുകാരും അവരുടെ പാരൻസിനെ കൊണ്ടിട്ട് താഴെ ഒപ്പിടിപ്പിച്ചു. ഓക്കെ, ഇതൊരു ഫോർമൽ ലെറ്ററാ ഇൻഫോർമൽ ലെറ്ററാ? ഏതാ? ഫോർമൽ ലെറ്റർ ആണ് കേട്ടോ ഇത്. ഇൻഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകാർക്ക് എഴുതുന്നത്, ഫോർമൽ മീൻസ് മുതിർന്നവർക്ക് എഴുതുന്നതുമായിട്ടുള്ള ലെറ്റേഴ്സിനെയാണ് ഇങ്ങനെ ഇൻഫോർമൽ ഫോർമൽ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, നമ്മൾ പാഠത്തിൽ നിന്ന് തന്നെ മാറും. ഓക്കെ, നെക്സ്റ്റ് ഇതാ നോക്കാം. In Nairobi, the president read the letter from the Maasai community. അതായത് നൈറോബിയിലുള്ള പ്രസിഡന്റ് എന്ത് ചെയ്തു, ഈ കെനിയക്കാർ എഴുതി കെനിയയിലെ മസായി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമപ്രദേശത്തിലെ ആളുകൾ എഴുതിയിട്ടുള്ള ആ ഒരു കത്ത് വായിച്ചു കൊടുത്തു അല്ലേ? ഓക്കെ, നമ്മുടെ കെനിയയുടെ തലസ്ഥാനമാണ് ഈ നൈറോബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് നോക്കുക. And he received many other letters from other parts of the country too. എന്താണ് ഇതുപോലെയുള്ള ഒരുപാട് ലെറ്ററുകൾ മറ്റ് കെനിയയുടെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. സോറി, രാജ്യമല്ല, സംസ്ഥാനമാണ്. ഓക്കെ നെക്സ്റ്റ്, I need to help Kenya to protect nature. എന്താണ്, എനിക്ക് എന്തായിരുന്നാലും കെനിയെ സഹായിച്ചേ മതിയാവും. എന്തിനു വേണ്ടിയിട്ട്? നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഹി തോട്ട്, അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. The president asked his countrymen to plant trees outside their homes. എന്താണ്, അങ്ങനെ ആ ഒരു പ്രസിഡന്റ് തൻ്റെ കൺട്രിമെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസിസ്റ്റന്റ് എന്നൊക്കെ പറയും, അസിസ്റ്റന്റ്. ഓക്കെ, ഈ ഒരു പ്രസിഡന്റിന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു ഈ ഒരു നാട് മുഴുവനും എന്ത് ചെയ്യാന്, ഓരോരുത്തരുടെ വീടിന് മുമ്പിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് പറയാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അങ്ങനെ പറയാനുണ്ടായി. നെക്സ്റ്റ് നോക്കാം. Rebecca and her mother dug a hole together and planted a seedling. അതായത് റെബേക്കയും അവളുടെ അമ്മയും കൂടെ അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുഴി ഇങ്ങനെ കുത്തിയിട്ട് അതിനകത്ത് ഒരു സീഡ്ലിംഗ് മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ തൈ നട്ടു വെച്ചു എന്ന് പറയാണ്. തൈ അല്ലെങ്കിൽ ഒരു വിത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. 72. At Rebecca school, the principal held an assembly to address the students. Address the students എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ റെബേക്കയുടെ സ്കൂളിൽ എന്ത് ചെയ്തു, പ്രിൻസിപ്പള് റെബേക്ക കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അസംബ്ലി വെപ്പിച്ചു എന്ന് പറയാണ്. He asked Rebecca to stand beside him. അതായത് beside means ഈ ഒരു ഭാഗത്ത് സൈഡിലായിട്ട് നിൽക്കാൻ പറഞ്ഞു എന്ന് പറയാണ്. റെബേക്ക എടുത്ത അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നെക്സ്റ്റ്, protecting the environment is a big job and everyone in the world has to help. അതായത് ഈ എൻവയോൺമെന്റ്, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയാണ്. അതുപോലെ തന്നെ അത് എല്ലാവരും കൂടെ ചേർന്ന് സഹായിച്ച് ചെയ്യേണ്ട ജോലിയും കൂടെയാണ്. The principal said. എന്നിട്ട് ആ പ്രിൻസിപ്പൾ പറയണ്ടായി, but we would like to thank Rebecca for helping us learn and make a change.
എന്താണ്, പക്ഷേ ഈ ഒരു കാര്യത്തിന് ഇപ്പോഴുണ്ടായ ഈ ഒരു മാറ്റത്തിന് എല്ലാത്തിനും കാരണം അത് നമ്മളിപ്പോൾ നന്ദി പറയേണ്ടത് റെബേക്കയോടാണ്. കാരണം ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് ആ കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പ്രസംഗിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റെബേക്കയോട് നന്ദി പറയണമെന്ന് പറഞ്ഞു. അല്ലെ, ഇമാജിൻ ഹൗ imagine how beautiful the world would be if we all helped our community. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രകൃതി മുഴുവൻ ഒരു തുള്ളിപ്പോലും വേസ്റ്റ് ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും. നമ്മൾ എല്ലാവരും കൂടെ സഹായിച്ച് സഹകരിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, he added, അവൻ അതും കൂടെ കൂട്ടിച്ചേർത്തു. റെബേക്ക felt very happy. റെബേക്ക് വളരെ സന്തോഷമായി. She wondered what she and her friends could do next to help nature and her community. റെബേക്കയും അവളുടെ കൂട്ടുകാരും, റെബേക്ക ആലോചിക്കുകയാണ്, ഞാനും ഇനി എൻ്റെ കൂട്ടുകാരും കൂടെ എന്ത് ചെയ്യും ഈ നേച്ചറിനെയും കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ എന്നിങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടെ ആലോചിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.